നമസ്കാരം. നാളെ സെപ്റ്റംബർ 12 നമ്മുടെ ടോബി ബ്രോന്റെ AR റിലീസാണ്. നമ്മുടെ സുഹൃത്ത് ജിതിനാണ് അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്. 3D സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. അതേപോലെ സെപ്റ്റംബർ 12 നാളെ തന്നെ കിഷ്കിന്ദ കണ്ടം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ രഞ്ജിത്ത് അയ്യത്താൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ റിലീസ് ആവുന്നുണ്ട്. ആ സിനിമ ഒരു നല്ല ഇന്റൻസ് ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയാണെന്നാണ് അതിന്റെ ഭയങ്കര ഇൻട്രിഗിംഗ് ആയിട്ടുള്ള ട്രെയിലർ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ സിനിമയും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. അപ്പോ ആള് ഞാനാണ്. സെപ്റ്റംബർ 13 അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന അജിത് മാമ്പള്ളി ഡയറക്ട് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട്. കൊണ്ടൽ. നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ആ ഒറ്റ ട്രെയിലർ മതി നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ. ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോ 13 കൊണ്ടലുണ്ട്. നാളെ നമ്മൾ മലയാളികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ഒരുപാട് നാൾ കൂടി നമ്മൾ കാണാൻ പോകുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു 3D ഫിലിം. യെസ്, ARM, അജയന്റെ രണ്ടാം മോഷണം, ടൊവിനോ തോമസ്. ഓക്കെ, എന്റെ ഓണത്തിന്റെ വാച്ച് ലിസ്റ്റിലുള്ള 2 പടങ്ങളാണ്. അതിനോടൊപ്പം കിഷ്കിന്റെ കാണ്ടം റിലീസുണ്ട് നാളെ. ഞാനും അപർണ ബാലമുരളിയുമാണ് അതിലുള്ളത്. അപ്പോൾ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. തിയേറ്ററിലേക്ക് വരിക. ഈ ഓണം നമുക്ക് അടിപൊളിയാക്കാം. അപ്പോഴിതാ സിനിമയിൽ പവർ ഗ്രൂപ്പുകളുണ്ട്. ഈ പവർ ഗ്രൂപ്പിന്റെ ബലത്തിലാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ചില ആൾക്കാരുകൾ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇതാ ടോവിനോയുടെ പടം പ്രൊമോട്ട് ചെയ്ത് പെപ്പ എത്തി. പെപ്പയുടെ പടം പ്രൊമോഷൻ ചെയ്തുകൊണ്ട് ആസിഫ് അലി എത്തി. ആസിഫ് അലിയുടെ പടം പ്രൊമോഷൻ ചെയ്തുകൊണ്ട് പെപ്പയും എത്തി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ 3 പേരും ഇവരുടെ 3 പേരുടെയും പടങ്ങൾ റിലീസ് ചെയ്യുന്ന ഡേറ്റ് സഹിതം ജനങ്ങളിലേക്ക് പ്രൊമോഷനുമായിട്ടെത്തി. 12 അതായത് ഇന്ന് ടൊവിനോ തോമസിന്റെ സിനിമ ഇന്ന് റിലീസാവുന്നുണ്ട്. നാളെ അതുപോലെ തന്നെ 2 പേരുടെയും, അതായത് ആസിഫ് അലിയുടെയും അതോടൊപ്പം തന്നെ പെപ്പയുടെയും പടം നാളെ റിലീസാകുന്നു. അത് തന്നെ അവർ അങ്ങോട്ട് പ്രൊമോഷനുമായിട്ട് ഇറങ്ങി. എന്നാൽ ഇവർ 2 പേരും പ്രൊമോഷനുമായിട്ട് ഇറങ്ങിയ സമയത്ത് ഇതുകൊണ്ട് ദോഷം സംഭവിച്ചിരിക്കുന്നത് നാളെ റിലീസിങ്ങിന് വെച്ചിരിക്കുന്ന മറ്റു ചിലരുടെ പടങ്ങളാണ്. അതൊന്നും ഇവർ പറയാതെ ഇവരുടെ മാത്രം ഫിലിം മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞ കാര്യത്തെ തുടർന്ന് ഇവിടെ ഈ സിനിമയ്ക്കുള്ളിൽ തന്നെ അടി തുടങ്ങിയിരിക്കുകയാണ്. അടി തുടങ്ങിയിരിക്കുകയാണ്. മറ്റാരുമില്ല, നമ്മുടെ ഓമർ ലുലുവിൻ്റെ പിക്ചറായ ബാഡ് ബോയ്സ് നാളെ റിലീസിങ്ങിന് ഇരിക്കുക. അപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതിനെ തുടർന്ന് അവിടെ ഓമർ ലുലു 2-3 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി കാണാം. ഓമർ ലുലു ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ കൃത്യമായിട്ട് ഇവർ 3 പേരുടെ ഫോട്ടോയൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ആ ഒരു കുറിപ്പ് കുറിച്ചിരിക്കുന്നത്. പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് കാണിച്ചുകൊണ്ടാണ് ഒമർ ലുലു ആ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇവർ 3 പേരുടെയും പടമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഷീലു എബ്രഹാം എന്ന് പറയുന്ന പുള്ളിക്കാരി എഴുതിയിരിക്കുന്ന ഒരു നോട്ടാണ്. പുള്ളിക്കാരി വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. പ്രിയപ്പെട്ട ടോവിനോ, ആസിഫ്, പെപ്പെ, പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി. ഇങ്ങനെയാണ് പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ പുള്ളിക്കാരി ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ 3 ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരുടെ 3 പേരുടെയും പടം മാത്രം പോയി കണ്ടാൽ മതി എന്നാണ് ഇവർ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരുടെയും മാത്രം കണ്ടാൽ മതി എന്നുള്ളതല്ല. ഈ പറയുന്ന ഇവരെ പോലുള്ള ആൾക്കാരുടെ സിനിമകളൂടെ ജനങ്ങൾ കാണണം. അത് ജനങ്ങൾ കാണും. അത് ഇവരുടെ സിനിമകൾ മേക്കിംഗ് ഒക്കെ സൂപ്പറാണെങ്കിൽ ജനങ്ങൾ ഇതിന് തന്നെ തകർത്ത് കയറും. അപ്പോൾ അത് ഒരു ലെവലുള്ള കാര്യമല്ല. എന്നാലും ഇവരുടെ ഒരു എന്താ പറയുക, ഒരു ഉത്കണ്ഠ ഇതിനകത്തുണ്ട്. അപ്പോൾ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ 3 ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും കുമ്മാട്ടിക്കളിയും ഓഫ് സുകുമാരക്കുറുപ്പും നിങ്ങൾ നിർദാക്ഷിണ്യം തഴഞ്ഞു. ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ്. സ്വാർത്ഥമായ പവർ ഗ്രൂപ്പാൽ പവർഫുള്ളാണ് മലയാളി പ്രേക്ഷകർ. നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ്. ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ, എല്ലാവർക്കും ലാഭവും മുതലുമുടക്കും തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആ ഒരു കുറിപ്പ് കുറിച്ചത്. ഇവർ പറഞ്ഞിരിക്കുന്ന ഓണത്തിന് റിലീസാകുന്ന എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ എന്നാണ് ഇവർ പറഞ്ഞത്. എന്നാൽ അവർ പറഞ്ഞത് അവരുടെ 3 മാത്രം
വിജയിക്കട്ടെ എന്നാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒമർ ലുലു പിന്നെയും ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, പവർ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് എങ്ങനെ. ഷീലു എബ്രഹാം ഉദാഹരണ സഹിതം പറയുന്നു, ഓണത്തിന് പല സിനിമകളും റിലീസാകാറുണ്ട്. ഇന്നലെ ടോവിനോ, പെപ്പെ, ആസിഫ് ഇവർ 3 പേരും ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്തു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടങ്ങൾ റിലീസ് ചെയ്ത കാര്യം 3 പേരും പറയുന്നുണ്ട്. അത് നമ്മൾ കേട്ടതാണല്ലോ. അവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഉദാഹരണം, പറഞ്ഞു, ഞങ്ങളുടെ സ്വന്തം ടീയുടെ പടം ഓണത്തിനുണ്ട്, എല്ലാവരും കാണണം. ടി പറഞ്ഞു, ഞങ്ങളുടെ ചക്കര എയുടെ പടം ഓണത്തിനുണ്ട്, എല്ലാവരും കാണണം. സമ്മതിക്കണം. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞു. സ്വാഭാവികമായി ഈ 3 പേരും വലിയ താരങ്ങൾ ആയതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഓണത്തിന് ഇവരുടെ 3 പേരുടെയും പടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതാം. ഇതിവരുടെ സംശയം കേട്ടോ, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതിനെതിരെ ഇങ്ങനെയാണ് പവർ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് എന്നാണ് ഷീലു എബ്രഹാം പറയുന്നത്. കാരണം വീഡിയോയിൽ വേറെയും പടങ്ങൾ ഓണത്തിന് റിലീസുണ്ട് എന്ന് ഈ കൂട്ടർ മെൻഷൻ ചെയ്യുന്നില്ല. ഷീലു നിർമ്മിക്കുന്ന ഒമർ ചിത്രം ബാഡ് ബോയ്സും ഓണത്തിന് റിലീസിലുണ്ട്. അതുകൊണ്ടാണ് ഷീലു ചേച്ചിക്ക് ഇത്രമാത്രം ദേഷ്യം വരുന്നത്. കാരണം പുള്ളിക്കാരിയുടെ പടമാണ് ഈ ബാഡ് ബോയ്സ്. അപ്പോൾ പിന്നെ കൊള്ളാതിരിക്കുമോ? ഓക്കെ, അടുത്തത്. കൂടാതെ കുമ്മാട്ടിക്കിളി, സുകുമാരക്കുറുപ്പ് തുടങ്ങിയ പടങ്ങളുമുണ്ട്. ഓണത്തിനിറങ്ങുന്ന എല്ലാ പടങ്ങളും വിജയിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ 3 പേരുടെയും പടങ്ങൾ കാണാൻ എല്ലാവരും വരണമെന്ന രീതിയിൽ പറഞ്ഞതാണ് വിവാദത്തിന് കാരണം. ഇനി ഒരു പ്രവചനം കൂടി പറയുന്നുണ്ട്. ഓണത്തിനിറങ്ങുന്ന എല്ലാ സിനിമകൾക്കും പോസിറ്റീവ് അഭിപ്രായം വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു പോസ്റ്റ് പുള്ളിക്കാരൻ ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തുവായാലും ഒമർ ലുലു വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അടിച്ചു വിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു പോസ്റ്റ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെയും ഫോട്ടോ വെച്ചിട്ട് വേറൊരു പോസ്റ്റ് കൂടെ പുള്ളിക്കാരൻ ഇട്ടിട്ട് അവിടെ ഒരു ക്യാപ്ഷനായിട്ട് എഴുതിയിട്ടുണ്ട്, മമ്മൂക്കായുടെയോ ലാലേട്ടൻ്റെയോ പടങ്ങൾ ഈ ഓണത്തിന് റിലീസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർ ഇത്തരത്തിൽ അവഗണിക്കുമായിരുന്നോ? ചോദ്യം. ബസൂക്കായെയും ബറോസിനെയും പരാമർശിക്കാതെ ഈ വീഡിയോ ഇവർ ചെയ്ത് ഇടുമായിരുന്നോ എന്നൊരു ചോദ്യമാണ് കേട്ടോ. കാരണം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പടം വരുമ്പോൾ ഇവരത് പരാമർശിക്കാതെ അവർ ആ വീഡിയോ ഇടുമായിരുന്നോ? അതൊരു ചോദ്യമാണ്. പാവം ഈ ഒമർ ലുലുവിനും ഇല്ലേ, അവർ സംവിധാനം ചെയ്യുന്ന ഒരു പടം നിങ്ങൾക്കൊന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നോ? എൻ്റെ കുട്ടികളെ, നിങ്ങൾ 3 പേരും നിങ്ങളുടെ പടങ്ങൾ, നിങ്ങളുടെ ചിത്രങ്ങൾ മാത്രം ഒരാൾ പറയുന്നു അവരുടെ കാണൂ, ഒരാൾ പറയുന്നു ഇവരുടെ കാണൂ, ഒരാൾ പറയുന്നു ഇവരുടെ കാണൂ, അങ്ങനെ നിങ്ങളുടെ 3 പേരുടെ മാത്രം കാണൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? അവരുടെ ചുമ്മാ അത് വെച്ചോണ്ടിരിക്കണോ? കാരണം ഈ കേരളത്തിൽ ഇത്രയും ജനങ്ങളുണ്ട്. ഈ ജനങ്ങളെല്ലാവരും പോയി നിങ്ങളുടെ എല്ലാവരുടെയും പടങ്ങളൊക്കെ പിക്ചറുകളൊക്കെ കാണേണ്ടവരല്ലേ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ലാതെ നിങ്ങൾ ഗ്രൂപ്പ് അവിടെ തന്നെ ഒരു പവർ ഗ്രൂപ്പ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എന്നാൽ പ്രേക്ഷകർ പറയുന്നുണ്ട്, ഒമർ ലുലു നിങ്ങൾ ചെയ്യുന്ന പടം അടിപൊളിയാണെങ്കിൽ എല്ലാ പടങ്ങളെയും വിട്ടിട്ട് ജനങ്ങൾ അത് വന്ന് കാണുമെന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഒമർ ലുലുവിൻ്റെ ആദ്യത്തെ പിക്ചർ ഇതുപോലെ ആയിരുന്നു. ആരും കാണാനില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നിടത്ത് അത് കയറി ഒരു പോക്കങ്ങ് പോയി എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പിക്ചർ സൂപ്പറാണെങ്കിൽ നിങ്ങൾ കത്തി കയറുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്. എന്തുവായാലും ഇവരുടെ ഉള്ളിൽ തന്നെ ഉള്ള ഈ പവർ ഗ്രൂപ്പിന്റെ അടികളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.